നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊപ്പഗേഷൻ മോഡൽസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ലെക്ചറിൽ ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡലിനെ പറ്റിയാണ് പറയുന്നത്. അതിനു മുമ്പ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് നമുക്ക് 3 തരത്തിലുള്ള പ്രൊപ്പഗേഷൻ ആണുള്ളത്. ഒന്ന് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ, അല്ലെങ്കിൽ സ്കാറ്ററിങ്. അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്? ഇറ്റ് ഒക്കേഴ്സ് വെൻ എ പ്രൊപ്പഗേറ്റിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് strikes upon an object which has very large dimensions when compared to wavelength of propagating wave. അപ്പോൾ നമ്മുടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ വേവ് ലെങ്ത്തിനെക്കാട്ടിലും ഹയർ ഡയമെൻഷൻസിലുള്ള ഒരു ഒബ്ജക്റ്റിനെ ഹിറ്റ് ചെയ്യുന്നത്. അത് വേവ് ലെങ്ത്തിൻ്റെ ഡയമെൻഷനെക്കാട്ടിലും ഹയർ ഡയമെൻഷൻസിനാണ് നമ്മുടെ ഒബ്ജക്റ്റിനെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ആയിരിക്കും. നമുക്കിങ്ങനെ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ വേവ് ലെങ്ത്തിനെക്കാട്ടിലും ഇതിൻ്റെ ഡയമെൻഷൻ കൂടുതലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറ്റും? റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ലോസും അത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫ്രാക്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഷാർപ്പ് സർഫസിൽ വന്ന് വേവ് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നതായിരിക്കും ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീടും കാണും. പക്ഷെ നമ്മുടെ വീടിൻ്റെയും ടവറിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഈ ബിൽഡിങ്സിലൊക്കെ വന്ന് തട്ടി ഡിഫ്രാക്റ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ വേവ് എന്ന് പറയുന്നത് ബെൻഡ് ചെയ്യും. ഏതെങ്കിലും ഷാർപ്പ് സർഫസിലൊക്കെ തട്ടിയിട്ട് വേവ് ബെൻഡ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വേവ് ഒന്ന് തട്ടുന്ന ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷൻ വേവിൻ്റെ വേവ് ലെങ്ത്തിനെക്കാട്ടിലും കൂടുതലാണെന്ന് പറഞ്ഞു. ഇവിടെ നേരെ ഓപ്പോസിറ്റ് കേസ്, അതായത് സ്കാറ്ററിങ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒന്ന് വളരെ ചെറിയ ഡയമെൻഷൻസിനുള്ള ഒബ്ജക്ട്സിലായിരിക്കും തട്ടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറ്റും? സ്കാറ്ററിങ് സംഭവിക്കുന്നത് പറയാം. അപ്പോൾ വളരെ ചെറിയ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റെയിൻ ഡ്രോപ്സിൽ വന്ന് തട്ടുമ്പോഴത്തേക്ക് ഈ പറയുന്ന സ്കാറ്ററിങ് നടക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ 3 മെത്തേഡ് വഴിയായിരിക്കും വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്: റിഫ്ലക്ഷൻ, സ്കാറ്ററിങ്, ഡിഫ്രാക്ഷൻ. ഇനി അടുത്തത് നമ്മൾ നേരെ ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡലിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഈ പ്രൊപ്പഗേഷൻ മോഡൽ, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ മോഡൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ പ്രൊപ്പഗേഷൻ മോഡൽസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡർ ജിയോ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ജിയോയ്ക്ക് ഇവിടെ എല്ലാം മൊബൈൽ ടവറുണ്ട്. അല്ലെങ്കിൽ ഏത് സർവീസ് പ്രൊവൈഡർ എടുത്തു കഴിഞ്ഞാലും കുറേ മൊബൈൽ ടവറുണ്ട്. ഈ മൊബൈൽ ടവറുകളെല്ലാം ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലായിരിക്കും ഇവരിത് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ചുമ്മാ കൊണ്ടുപോയി പ്ലേസ് ചെയ്തേക്കുന്നതല്ല. അതിനു മുമ്പ് അവർ കുറേ സ്റ്റഡീസ് നടത്തും. സ്റ്റഡീസ് നടത്താനായിട്ട് അവർക്ക് ഈ പറയുന്ന പ്രൊപ്പഗേഷൻ മോഡലിൻ്റെ സഹായങ്ങൾ ആവശ്യമാണ്. അപ്പോൾ പ്രൊപ്പഗേഷൻ മോഡൽ നമുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രൊപ്പഗേഷൻ മോഡൽ വെച്ചിട്ട് നമുക്ക് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഞാനൊരു ആൻറ്റിന പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിൽ എത്രത്തോളം സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സിഗ്നലിൻ്റെ സ്ട്രെങ്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രൊപ്പഗേഷൻ മോഡൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രൊപ്പഗേഷൻ മോഡൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് അതിനെ നമുക്ക് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്കെയിൽ പ്രൊപ്പഗേഷൻ മോഡൽ. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലത്തെ, അതായത് ഒരു ട്രാൻസ്മിറ്ററിനും റിസീവറിൻ്റെ ഇടയ്ക്ക് ഒരു പർട്ടിക്കുലർ ലോങ് ഡിസ്റ്റൻസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഏരിയയിൽ നമുക്ക് സിഗ്നൽ വരുന്നത് പല വഴി കൂടെ ആയിരിക്കും. ഒന്ന് ഡയറക്റ്റ് വരാം, ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഡിഫ്രാക്റ്റ് ചെയ്തിട്ട് വരാം, ഇല്ലെങ്കിൽ സ്കാറ്റർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ പലയിടത്ത് തട്ടിയും തെറിച്ചൊക്കെ ആയിരിക്കും നമ്മളുടെ സിഗ്നൽ ഈ പറയുന്ന റിസീവറിൽ എത്തുന്നത്. അപ്പോൾ അവിടെ വരുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ടൈപ്പുള്ള മോഡലിനെയാണ് നമ്മൾ ലാർജ് സ്കെയിൽ പ്രൊപ്പഗേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാൾ സ്കെയിൽ അല്ലെങ്കിൽ ഫേഡിംഗ് മോഡൽ എന്ന് പറയും. സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ ഫേഡിംഗ് മോഡൽ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ മൊബൈൽ എടുത്തുകൊണ്ട് ഒരു സ്ഥലത്തിരുന്നല്ല ഫോൺ വിളിക്കുന്നത്. നമ്മൾ മൊബൈൽ എടുത്ത് നടക്കുമായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വണ്ടിയിൽ ട്രാവൽ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ സമയത്ത് പെട്ടെന്ന് ആ സിഗ്നലിനുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിന് ക്യാരക്ടറൈസ് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ സ്മോൾ സ്കെയിൽ ഫേഡിംഗ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പം ദീസ് ആർ ദ പ്രൊപ്പഗേഷൻ മോഡൽസ് ദാറ്റ് ക്യാരക്ടറൈസ് ദി റാപ്പിഡ് ഫ്ലക്ച്വേഷൻസ് ഓഫ് ദ റിസീവ്ഡ് സിഗ്നൽ സ്ട്രെങ്ത് ഓവർ വെരി ഷോർട്ട് ട്രാവൽ സ്ട്രെങ്ത്. പെട്ടെന്നുണ്ടാകുന്ന സിഗ്നൽ ഫ്ലക്ച്വേഷൻസിനെ പറ്റിയുള്ള ക്യാരക്ടറൈസേഷൻ ആയിരിക്കും രണ്ടാമത്തെ ടൈപ്പ്, അതായത് സ്മോൾ സ്കെയിൽ ഫീഡിംഗ് മോഡൽസ് വരുന്നത്.
നമുക്ക് രണ്ട് ടൈപ്പാണ്, ഒന്ന് ലാർജ് സ്കെയിൽ ഫീഡിംഗ് മോഡലും രണ്ടാമത്തത് സ്മോൾ സ്കെയിൽ ഫീഡിംഗ് മോഡൽസ്. അപ്പോൾ ഈ പ്രൊപ്പഗേഷൻ മോഡൽസ് എന്താണ് നമുക്ക് തരുന്നത്? വിത്ത് പ്രൊപ്പഗേഷൻ മോഡൽസ് വി ക്യാൻ പ്രെഡിക്റ്റ് ദി വാല്യൂ ഓഫ് വി ക്യാൻ പ്രെഡിക്റ്റ് ദി സിഗ്നൽ സ്ട്രെങ്ത് അറ്റ് എ പർട്ടിക്കുലർ ലൊക്കേഷൻ. അതായിരിക്കും നമുക്ക് പ്രൊപ്പഗേഷൻ മോഡൽ കൊണ്ട് പറ്റുന്നത്. നമുക്ക് ആദ്യത്തെ പ്രൊപ്പഗേഷൻ മോഡൽ നോക്കാം. ആദ്യത്തെ പ്രൊപ്പഗേഷൻ മോഡൽ എന്ന് പറയുന്നത് ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്കൊരു ട്രാൻസ്മിറ്റർ ഉണ്ട്, ഇവിടെ ഒരു റിസീവറുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്മിറ്ററിൻ്റെ റിസീവറിൻ്റെ ഇടയ്ക്ക് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് കാണണം. ഇടയ്ക്ക് വേറെ ഒബ്സ്റ്റക്കിൾസ് ഒന്നും പാടില്ല. രണ്ട് കാര്യങ്ങളാണ്. ലൈൻ ഓഫ് സൈറ്റ് ആയിരിക്കണം. ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ കാണാം അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒബ്സ്റ്റക്കിൾസ് ഒന്നും പാടില്ല. ഇങ്ങനൊരു ഡയറക്റ്റ് പാത്ത് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ലൈൻ ഓഫ് സൈറ്റ് ആയിരിക്കണം, ഇടയ്ക്ക് ഒബ്സ്റ്റക്കിൾസ് ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന റിസീവർ അറ്റ് എ ഡിസ്റ്റൻസ് d ആണെന്നുണ്ടെങ്കിൽ അറ്റ് എ ഡിസ്റ്റൻസ് d ഫ്രം ദി ട്രാൻസ്മിറ്റർ വി ക്യാൻ അനലൈസ് ദി സ്ട്രെങ്ത് ഓഫ് ദി സിഗ്നൽ വാട്ട് ഈസ് റിസീവ്ഡ് അറ്റ് ദിസ് പോയിന്റ്. ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്ക് ഇവിടെ വരുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് എത്ര എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കണ്ടീഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ആൻ അൺഒബ്സ്ട്രക്റ്റഡ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത്. ഇറ്റ് ഷുഡ് ബി ആൻ അൺഒബ്സ്ട്രക്റ്റഡ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത്. അപ്പോൾ ഇത് ഈ ഒരു മോഡൽ ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ മോഡൽ വർക്ക് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും, ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനെ നമ്മൾ ഫ്രീ സ്പേസ് ഇക്വേഷൻ എന്നാണ് വിളിക്കുന്നത്. ഫ്രീ സ്പേസ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് തരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ഡിസ്റ്റൻസ് ഡിയിൽ ഉള്ള ഒരു ആൻറ്റിന, ഒരു ഡിസ്റ്റൻസ് ഡിയിലുള്ള ഒരു ആൻറ്റിനയിൽ റിസീവ് ചെയ്യുന്ന പവർ എത്രയാണെന്നുള്ളതാണ് ഈ ഇക്വേഷൻ വഴി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ടേംസ് നമുക്ക് നോക്കാം. PR ഓഫ് D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവ്ഡ് പവർ അറ്റ് എ ഡിസ്റ്റൻസ് D. അതായത് ഇപ്പോൾ ഇതിൻ്റെ ട്രാൻസ്മിറ്റർ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിറ്ററിൽ നിന്ന് D എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഒരു റിസീവർ വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് കിട്ടുന്ന പവർ എത്രയാണെന്നുള്ളതാണ് ഈ ഇക്വേഷൻ വഴി നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ടേംസ് നമ്മൾ നോക്കാം. PR ഓഫ് D ഇപ്പോൾ പറഞ്ഞ തന്നെ PT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റഡ് ആൻറ്റിന പവർ, GT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ഓഫ് ദി ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന, GR എന്ന് പറയുമ്പോഴത്തേക്കും ഗെയിൻ ഓഫ് ദി റിസീവിങ് ആൻറ്റിന, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്, L എന്ന് പറയുന്നത് സിസ്റ്റം ലോസ് എന്ന് പറയുന്നൊരു ഫാക്ടറാണ്. സിസ്റ്റം ലോസ് എന്ന് പറയുന്നത് പ്രൊപ്പഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലോസ് അല്ല, നമ്മുടെ സിസ്റ്റത്തിനകത്ത് വരുന്ന ലോസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ മോഡൽ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും തൽക്കാലം നമ്മൾ ലോസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 എന്നെടുക്കും. അത് സിഗ്നിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ സിസ്റ്റം ലോസ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇതെല്ലാം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് റിസീവ്ഡ് പവർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ഒരു ഡിസ്റ്റൻസുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാവും. അതായത് PR ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ പ്രൊപ്പഗേഷൻ മോഡൽ വെച്ചിട്ട് രണ്ടാമത് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറയുന്നതാണ് പാത്ത് ലോസ്. പാത്ത് ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവർ ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ സിഗ്നലിന് എത്രത്തോളം അറ്റുനേഷൻ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതും നമ്മൾ ആ ഫ്രിസ് ഇക്വേഷനിൽ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാത്ത് ലോസ് കണ്ടുപിടിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രിസ് ഇക്വേഷൻ എഴുതുക. എന്താണ്? PR is equal to PT into GT into GR into lambda square by 4 pi the whole square into D square. നമ്മൾ L കൺസിഡർ ചെയ്യുന്ന കാര്യം L equal to 1 എന്ന് എഴുതി. അപ്പം ഇങ്ങനൊരു ഇക്വേഷൻ നമുക്കുണ്ടായിരുന്നു. അപ്പം പാത്ത് ലോസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10 log PT by PR ആണ് എടുക്കുന്നത്. അതെടുക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് പാത്ത് ലോസ് എന്ന് പറയുന്ന സംഭവം കിട്ടുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി ഇക്വേഷന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ ഏകദേശം സെയിം തന്നെയാണ്. അതായത് ഫസ്റ്റ് ഇക്വേഷനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ആൻറ്റിനയുടെ ഗെയിനും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് കേസിൽ എടുക്കുമ്പോഴത്തേക്കും ഗെയിൻ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടും. അതാണ് പാത്ത് ലോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക്
ഈ പറഞ്ഞ ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ വാലിഡ് ആവുന്ന എപ്പോഴാണെന്നാണ് പറഞ്ഞത്, അൺഒബ്സ്ട്രക്റ്റഡ് പാത്ത് ആയിരിക്കണമെന്ന് പറഞ്ഞു. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ, ഇത് വാലിഡ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിനയുടെ ഫാർ ഫീൽഡിൽ മാത്രമേ ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ തന്നെ നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഈ ആൻറ്റിനയാണെങ്കിൽ ആൻറ്റിനയുടെ അടുത്ത് തന്നെ കൊണ്ടുവെക്കുകയാണ്, അതായത് d = 0 എന്ന് പറയുന്ന പൊസിഷനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ വാല്യൂ എന്താവും, 1/0 എന്നാവും. അപ്പോൾ 1/0 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി, അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ ഇക്വേഷൻ വാലിഡ് അല്ല. അപ്പോൾ ഈ ഫ്രീ സ്പേസ് മോഡൽ വാലിഡ് ആവുന്ന കേസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മുതലേ ഇത് വാലിഡ് ആവത്തുള്ളൂ. അപ്പോൾ ആ പർട്ടിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ ഫ്രാൻഹോഫർ ഡിസ്റ്റൻസ് എന്ന് വിളിക്കും. ആ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്രാൻഹോഫർ ഡിസ്റ്റൻസ് df = 2 × D²/λ. അപ്പോൾ df എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇതിന് മേളിലോട്ട് മാത്രമേ എനിക്ക് എന്ത് പറ്റത്തുള്ളൂ, ഈ ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷനിലേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ df ഷുഡ് ബി വെരി വെരി ലാർജ് ദാൻ d ആൻഡ് df ഷുഡ് ബി വെരി വെരി ലാർജ് ദാൻ λ. ഇനി എന്താണ് ഈ ക്യാപിറ്റൽ D? ക്യാപിറ്റൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ ലാർജസ്റ്റ് ലീനിയർ ഡയമെൻഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ ലാർജസ്റ്റ് ലീനിയർ ഡയമെൻഷനാണ് ഈ ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഇനി ഇതുമായിട്ട് ബേസ് ചെയ്തൊരു സിമ്പിൾ പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി ഫാർ ഫീൽഡ് ഡിസ്റ്റൻസ് ഫോർ ആൻ ആൻറ്റിന വിത്ത് മാക്സിമം ഡയമെൻഷൻ ഓഫ് 1 മീറ്റർ ആൻഡ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് 900 MHz. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫാർ ഫീൽഡ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫാർ ഫീൽഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻഹോഫർ ഡിസ്റ്റൻസ് ആണ് df. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2d/λ ആയിരിക്കും. d എന്ന് പറയുന്നത് മാക്സിമം ഡയമെൻഷൻസ് ഓഫ് ആൻറ്റിന, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എന്താണ് 1 മീറ്റർ. ഇനി ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്നത്, അതായത് f ആണ് തന്നിരിക്കുന്നത്, f = 900 MHz. അപ്പോൾ നിങ്ങൾക്ക് എഫും ലാംഡയും തമ്മിലുള്ള ഇക്വേഷൻ അറിയാം, f = c/λ എന്നുള്ള അറിയാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ലാംഡ കിട്ടും, d തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് df എന്താണെന്നുള്ളത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ d = 0 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇക്വേഷൻസ് വാലിഡ് അല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പുതിയൊരു ടേം കൊണ്ടുവരികയാണ്, ക്ലോസ് ഇൻ റേഡിയൽ ഡിസ്റ്റൻസ് d0. അത് ആ ഒരു ഡിസ്റ്റൻസ് തൊട്ട് നമ്മുടെ മോഡൽ വാലിഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച്, ആ ഡിസ്റ്റൻസിനുള്ള പവർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഏത് ഡിസ്റ്റൻസിൻ്റെ പവറും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ പ്രോബ്ലംസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനി dBയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ്റെ ഫോർമാറ്റ് ഇതാ ഇങ്ങനെ ആയിട്ട് വരും. dBയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യത്തില്ല. ഈ ഇക്വേഷനിലേക്ക് നമ്മളൊരു 10 log അപ്ലൈ ചെയ്യുകയാണ്. 10 log അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് വാട്ട്സ് ആയിരിക്കും. അടുത്ത് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇഫ് എ ട്രാൻസ്മിറ്റർ produces 50 watts of power, express the transmitted power in units of dBm and dBW. If 50 watts is applied to a unity gain antenna with a 900 MHz carrier frequency, find the received power in dBm at a phase distance of 100 meter from the antenna. What is PR at 10 km? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ പവർ തന്നിട്ടുണ്ട്, എത്ര, PT = 50 watts എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് dBmലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ dBmലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള എളുപ്പമാണ്, എന്താണ്, 10 log PT എഴുതുക. ഓക്കെ, PT ഇപ്പോൾ തന്നിരിക്കുന്നത് വാട്ട്സിലാണ്, അതിനെ നമ്മൾ മില്ലി വാട്ട്സിലോട്ട് ആക്കുക, ഡിവൈഡഡ് ബൈ 1 മില്ലി വാട്ട്സ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന PTനെ മില്ലി വാട്ട്സിലാക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 1 മില്ലി വാട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ 10 log 50 × 10⁻³ എന്ന് വരും. അതായത് ഏകദേശം 47 dBm എന്ന് കിട്ടും. അപ്പോൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, തന്നിരിക്കുന്ന പവറിന് മില്ലി വാട്ട് റേഞ്ചിലേക്ക് ആക്കിയിട്ട് 1 മില്ലി വാട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ 10 log എടുക്കുക. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതാണ് dB വാട്ട്സിൽ തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യുക, 10 log PT തന്നിരിക്കുന്ന വാട്ട്സിൽ തന്നെയാണ്, വാട്ട്സ് ഡിവൈഡഡ് ബൈ 1 watts.
നേരത്തെ dBm ആയതുകൊണ്ടാണ് നമ്മളെല്ലാം മില്ലി വാട്ടിലാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 10 log 50 എന്ന് കിട്ടും. 10 log 15 എന്ന് പറയുമ്പോഴത്തേക്കും 17 dB വാട്ട്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഫൈൻഡ് ദ റിസീവ്ഡ് പവർ. PR ആണ് ചോദിച്ചേക്കുന്നത്. അറ്റ് 100 മീറ്റർ ഫ്രം ദ ആൻറ്റന. ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ PR അറ്റ് എനി പോയിന്റ് D എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്? ഇക്വേഷൻ അറിയത്തില്ലേ? PT GT GR ലാംഡ സ്ക്വയർ ബൈ 4 the whole square into D square into L. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. ആൻറ്റിനയുടെ ഒക്കെ ഗെയിനൊക്കെ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് തൽക്കാലത്തേക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു 50 × 1 × 1 × ലാംഡ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നെ ഇവിടെ ഫ്രീക്വൻസി = 900 MHz എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ലാംഡ സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇൻറ്റു 1/3 എന്ന് വരും. 1/3 the whole square ബൈ 4 the whole square into D എത്രയാണ്? 100 മീറ്റർ. 100 സ്ക്വയർ ഇൻറ്റു L നമ്മൾ വീണ്ടും 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 × 10⁻³ മില്ലി വാട്ട്സ് എന്ന് കിട്ടും. 3.5 × 10⁻³ മില്ലി വാട്ട്സ്. മില്ലി വാട്ട്സിൽ കിടക്കുകയാണ്. നമുക്ക് തൽക്കാലം അതിനെ എന്തിലേക്ക് മാറ്റാം? അതിനെ നമുക്ക് dBmലേക്ക് മാറ്റാം. അപ്പം dBmലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക? 10 log ഇപ്പോൾ എത്ര എത്തി? നമുക്ക് 3.5 അല്ലേ ഇൻറ്റു 10⁻³ മില്ലി വാട്ട്സിൽ തന്നെയാണ് ഡിവൈഡഡ് ബൈ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ -24.5 dBm എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് PR അറ്റ് 10 km ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടായിരുന്നു. അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പം അതായത് ഈ ഇക്വേഷനോ അല്ലെങ്കിൽ ഈ ഇക്വേഷനോ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് എന്താണ്? PR അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് അറ്റ് അത് dBmൽ തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു എന്താണ്? = PR അറ്റ് 100 മീറ്റർ ഉണ്ട് നമ്മുടെ കയ്യിൽ, പ്ലസ് ബാക്കി എന്താണ്? 20 log 100 ബൈ അടുത്ത ഡിസ്റ്റൻസ് എത്ര? 10 km. 10 km എന്ന് പറയുമ്പോഴത്തേക്കും 10,000. അപ്പോൾ ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്നിട്ട് -24.5 dBm അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് പ്ലസ് ഇത് 20 log ചെയ്യുമ്പോഴത്തേക്കും 40 dB വരും. -40 dB. അപ്പോൾ നമുക്ക് -64.5 dBm വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡൽ വെച്ചിട്ടുള്ളത്.